എന്താണ് കോടതിയിലേക്ക് പോയ ഇടം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ STP പിന്തുണച്ചു, രാജിവെച്ചു, പിന്നെയും പിന്തുണച്ചു, അങ്ങനെ STP പിന്തുണയിൽ ഭരിച്ചു. ശരി, ഭരിച്ചു. അതിന് ലാസ്റ്റ് എന്താണ് സംഭവിച്ചത് അതുകൂടി പറയും. നമ്മൾ STP പിന്തുണയിൽ ഭരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് STP പിന്തുണച്ചു, രാജിവെച്ചു, വീണ്ടും ഭരണസമിതി വരുന്നു, STP പിന്തുണച്ചു. അവിടുത്തെ കക്ഷിനില അറിയാമല്ലോ. അങ്ങനെയാണ് അവസാനം അത് കോടതിയിലേക്ക് എത്തുന്നത്. കോടതി അപ്പോൾ എന്താണ് പറഞ്ഞത്? ഈ നില തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ അവിടെ സംഭവിച്ചത്? അതല്ലാതെ അങ്ങനെയാണ് രാജിവെച്ചെന്തിനാണ്? എത്ര ദിവസം ഭരിച്ചു? വിവാദമായതിനു അഭിമന്യു കൊല്ലപ്പെട്ട ആ വർഷം ശേഷമാണോ രാജിവെച്ചത്? അല്ല, അഭിമന്യു കൊല്ലപ്പെട്ട ആ വർഷം കോട്ടാങ്ങൽ STP ചേർന്ന് CPM ഭരിച്ചോ? STP പിന്തുണ കൊടുത്തു, ഭരണസമിതി രാജിവെച്ചു. ഭരിച്ചു. STP പിന്തുണ കൊടുത്തു, ഭരണസമിതി രാജിവെച്ചു. പിന്നെയും പിന്തുണച്ചു, പിന്നെ ഭരിച്ചു, പിന്നെയും രാജിവെച്ചു. അല്ല 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 അല്ല, അതിനുശേഷമാണ് അത് കോടതിയിലേക്ക് എത്തുന്നത്. രാജിവെച്ചു അല്ലെന്ന് ഞാൻ കണക്ക് തരാം. അങ്ങനെയാണെങ്കിൽ രശ്മി അല്ല, 3 തവണ അല്ല, അത് കാര്യം മനസ്സിലാക്കാൻ പറയുന്നതാണ്. 3 തവണ എന്തിനാണ് അപ്പോൾ രാജിവെച്ചത്? അല്ലല്ല, അതെന്താണ്? അത് പ്രശ്നമായപ്പോഴാണ് അവിടെ ചേർന്ന് ഭരിച്ചോ? ആര് പ്രശ്നമായപ്പോഴാണ് ഹാഷ്മി? അങ്ങനെയാണെങ്കിൽ അവിടെ ചേർന്ന് ഭരിച്ചോ? STP പിന്തുണച്ചു അപ്പോഴാണ് രാജിവെക്കുന്നത് ഹാഷ്മി. അങ്ങനെ 3 തവണ ഉണ്ടാകുന്നു. അഭിമന്യു കൊല്ലപ്പെട്ട വർഷം STP LDF-നെ പിന്തുണച്ചു. ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടതിന് മുമ്പ് പറഞ്ഞില്ല. വിവാദമായപ്പോൾ രാജി, അത്രേ ഉള്ളൂ. ഭരിച്ചിട്ടുണ്ട്. STP പിന്തുണച്ചത് കൊണ്ടാണ് രാജിവെച്ചത്. 3 തവണ അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ കോടതിയിലേക്ക് എത്തുന്നത്. അല്ല, വസ്തുത അങ്ങനെയല്ല. ഈ നില തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിൽ ഈ സുധാകരനും ഉണ്ടാകണമായിരുന്നു. അല്ല, STP പിന്തുണയിൽ കോട്ടാങ്ങൽ CPM ഭരിച്ചു. ഞാൻ കണക്ക് തരാം. ശരി, ഓക്കെ. നമുക്കൊരു മൂന്നാം കക്ഷിയുടെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നു. ബി ദിലീപ് കുമാർ. അത് കോട്ടാങ്ങൽ പഞ്ചായത്തിൽ വിവാദമായപ്പോഴാണ് അതിന് പിന്നാലെ CPIM രാജിവെക്കും. CPIM-ന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും SDPI വോട്ട് ചെയ്യുകയാണ് CPM-ന്. അപ്പോൾ വീണ്ടും രാജിവെക്കുന്നു. ആ നിലയിൽ അവിടെ രാജിവെക്കൽ ഉണ്ടായിട്ടുണ്ട്. UDF-ഉം രാജിവെച്ചിട്ടുണ്ട് SDPIയുടെ പിന്തുണയെ തുടർന്ന്. SDPI പിന്തുണ വേണ്ട എന്ന് അവർ പറയുകയും തുടർന്ന് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.